ഇത് നാട്ടുമാമ്പഴം. മാമ്പഴക്കാലമാണല്ലോ. നമുക്ക് ഈ മാമ്പഴം, നല്ല നാട്ടുമാമ്പഴം വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴത്തിനെ നമ്മളിത് ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കണം. ഈ തൊലി ഉരിച്ചെടുത്ത മാമ്പഴത്തിനകത്തേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ പിഴിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ച് നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാലും ഈ ജ്യൂസും നമുക്ക് നന്നായിട്ട് കിട്ടും. അങ്ങനെ ഇതുപോലെ നമ്മൾ പിഴിഞ്ഞെടുത്തതാണ് ഇത്. അങ്ങനെ പിഴിഞ്ഞെടുത്ത് കിട്ടിയ ഈ ചാറിനെ നമുക്ക് അടപ്പത്ത് വയ്ക്കാം. അടപ്പത്ത് വെച്ച് പാകത്തിന് പഞ്ചസാര ചേർക്കണം. അങ്ങനെ പാകത്തിന് പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് അടപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി പഞ്ചസാര അവരവരുടെ ഇഷ്ടം പാകത്തിന് ഇടണം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു നൂല് പരുവാകുമ്പോൾ നമ്മൾ വാങ്ങണം. അങ്ങനെ വാങ്ങി വെച്ച ജ്യൂസാണിത്. അങ്ങനെ വാങ്ങി വെച്ചിട്ട് ഇതിന് നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ അത് കേട് വരാതെ ഇരിക്കണമല്ലോ. ആ കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ വിനാഗിരി ചേർക്കാം. 1 സ്പൂൺ വിനാഗിരി ചേർത്ത് നമ്മൾ അടപ്പത്തുനിന്ന് ഒന്നുകൂടെ ഇളക്കി നമ്മൾ വെള്ളം വറ്റിച്ച് പാകത്തിനാക്കിയിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമോ, നമ്മൾ വെയിൽ കൊണ്ടിട്ട് വരുമോ, വെള്ളം കുടിക്കാൻ ദാഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് 1 സ്പൂൺ എടുക്കുക, ഗ്ലാസ്സിലൊഴിക്കുക. 1 സ്പൂൺ ഗ്ലാസ്സിലൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ജ്യൂസ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതൊന്നുമല്ല. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നിലത്ത് നിൽക്കില്ല. നല്ല നാട്ടുമാമ്പഴത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി നോക്ക്. അടിപൊളി ജ്യൂസാണ്.